ഹായ്. ഒരുപാട് ദിവസത്തിന് ശേഷമാണ് കേട്ടോ ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നത്. ഞങ്ങൾ ഡൽഹിയിലായിരുന്നു. അവിടുന്ന് ഏട്ടന് ട്രാൻസ്ഫർ ആയിട്ട് ഏട്ടൻ ഒരു മാസം മുമ്പേ ഇങ്ങോട്ടേക്ക് വന്നു. ഇപ്പോൾ ഒരു മാസം ഏട്ടൻ തിരിച്ച് വന്നിട്ട് ഞങ്ങളെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഒരു 1 വീക്കായി. ഞങ്ങൾ ബിലാസ്പൂരിലേക്കാണ് വന്നേക്കുന്നത്. അന്നേരം ഇവിടെ കേരള സ്റ്റോറൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് പർച്ചേസിങ്ങിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ ഇവിടുത്തെ അടുക്കള. നല്ലൊരു കുട്ടി അടുക്കളയാണ്. സാധനമൊക്കെ അടുക്കി പെറുക്കി വെക്കുന്നേ ഉള്ളൂ. കാരണം നമ്മൾ വന്നിട്ട് 1 വീക്ക് ആവുന്നേ ഉള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് മോന് സ്കൂളിൽ പോകാനും അഡ്മിഷനൊക്കെ എടുക്കുന്ന ധൃതിയായിരുന്നു. ഒരു കുഞ്ഞടുക്കളയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്ക് ആവശ്യത്തിന് എല്ലാ സൗകര്യവും ഉണ്ട്. പിന്നെ ഇന്നലെ ഞങ്ങൾ വന്നിട്ട് ഒരാഴ്ച ആയതേ ഉള്ളതുകൊണ്ട് ഏട്ടന് ഇന്നലെയായിരുന്നു അവധി കിട്ടിയത്. അന്നേരം ഞങ്ങൾ വൈകിട്ട് ബിലാസ്പൂരൊക്കെ ഒന്ന് കറങ്ങി. നിറയെ മാളും നല്ല സിറ്റി കേട്ടോ. നല്ല നമുക്ക് കാണാനും എടുക്കാനും ഒക്കെ നല്ല സ്ഥലമാണ്. അന്നേരം ഞങ്ങൾ പോയിട്ട് തിരിച്ചു വരുന്ന വഴിയിലാണെങ്കിൽ കേരള സ്റ്റോർ ഉണ്ടെന്ന് അറിഞ്ഞു. ഒരു 6-7 മാസമായി നമ്മൾ കേരളത്തിൽ, അതായത് ചീനിയും ഏത്തക്ക എന്നാണ് ഞങ്ങൾ പറയുന്നത്. അതൊക്കെ വാങ്ങിച്ചിട്ട് ഒരു ഏത്തപ്പഴം തിന്നാൻ കൊതിയായതുകൊണ്ട് ഞാൻ ഏട്ടനോട് പറഞ്ഞിട്ട് കൊണ്ടുപോയതാണ്. പോയപ്പോഴത്തേക്ക് കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിച്ചു. ഏത്തക്ക വാങ്ങിച്ചു, ചേന വാങ്ങിച്ചു. എന്തായാലും വിഷു അല്ലേ, വെള്ളരിക്കയും എല്ലാം വാങ്ങിച്ചു. പിന്നെ ചിപ്സും മിച്ചറും. എനിക്ക് ഏറ്റവും ഫേവറേറ്റാണ് അച്ചപ്പവും മുറുക്ക്, ഇങ്ങനെ അരിമുറുക്ക് വട്ടത്തിരിക്കുന്നത്. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ ഒരുപാട് നാളിന് ശേഷമാണ് കേട്ടോ വാങ്ങിക്കുന്നത്. അതൊക്കെ വാങ്ങിച്ചു. പിന്നെ ചീനി ഉണ്ടായിരുന്നു. ചീനി വാങ്ങിച്ചു. എന്തായാലും ചീനി വാങ്ങിച്ച് പുഴുങ്ങാന്ന് വെച്ചു. അന്നേരം 1 കിലോ ചീനി ഉണ്ടായിരുന്നു. അന്നേരം ചീനി വാങ്ങിച്ചിട്ട് മേടിച്ചെന്ന് ഇന്ന് ഉച്ചക്കത്തേക്ക് മോൻ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്ക് അതുണ്ടാക്കി വെക്കാമെന്ന് കരുതിയിട്ട്. പിച്ചാത്തിയൊന്നും ശരിയല്ല കേട്ടോ, ഇവിടെ ഇരുമ്പ് പിച്ചാത്തിയൊന്നും കിട്ടത്തില്ല. പിന്നെ ഞാൻ അതുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള പിച്ചാത്തി കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ചീനി പുഴുങ്ങാനായിട്ട് എടുത്തിട്ടിട്ടുണ്ട്. അന്നേരം ചീനിയൊക്കെ ഒരു ഇങ്ങനെ വലിയ വലിയ പീസായിട്ട്, കാരണം ഞാൻ പറയാം എന്തുകൊണ്ടാണ്. സാധാരണ ഇതിലും ചെറിയ പീസായിട്ടാണ് എടുക്കുന്നത്. ആദ്യം ഞാനിങ്ങനെ വലിയ വലിയ പീസായിട്ട് മുറിച്ച ശേഷം അത് കട്ട് ചെയ്ത് വേറൊരു പാത്രത്തിലേക്ക് ഇടുക ചെയ്തത്. ഇവിടെ മോനും ഏട്ടനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചീനി. എനിക്കും ഇഷ്ടമാണ് ചീനി. പിന്നെ ചീനി എനിക്കധികം കഴിച്ചുകൂടാ. എന്നാലും ചീനി നമ്മൾ വാങ്ങിച്ചു കൊണ്ടുവന്ന് ഇതേപോലെ ചെറിയ ഒരു മീഡിയം ടൈപ്പ് പീസസൊക്കെ ആക്കിയിട്ട് നന്നായി വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ 6-7 മാസമായിട്ട് നമ്മൾ ഇതൊന്നും വാങ്ങിച്ചിട്ട്. അന്നേരം ഇവിടെ വന്നപ്പോൾ ഇവിടെ അടുത്ത് കേരള സ്റ്റോറുണ്ട്, 5 മിനിറ്റേ പോയി വരാനുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഏട്ടനും കൂടി ഇന്നലെ പോയി. പിന്നെ ഞങ്ങളൊരു മാളിലൊക്കെ പോയായിരുന്നു. കറങ്ങിയിട്ടാണ് തിരിച്ച് വന്നത്. എന്നിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ ഇത് നന്നായി ചീനിയൊക്കെ കഴുകിയെടുത്ത് ഇങ്ങനെ ചെറിയ ചെറിയ പീസസൊക്കെ ആക്കി കേട്ടോ. പിന്നെ ഇവിടെ വന്ന് നമ്മൾ റൂമെല്ലാം സെറ്റായി വന്നപ്പോഴത്തേക്ക് ഏകദേശം ഒരാഴ്ച ടൈം എടുത്തായിരുന്നു. റൂമെല്ലാം സെറ്റാക്കി. ആദ്യം ഞങ്ങൾ വേറെ റൂമിലായിരുന്നു. പിന്നെ ഇവിടെ നിന്ന് ഈ റൂമിലേക്ക് ഞങ്ങൾ മാറി. ഞങ്ങൾക്ക് സാധനങ്ങളെല്ലാം ഇടാനുള്ള സ്പേസ് ഇല്ലായിരുന്നു. ഇത് ഞാൻ ഇങ്ങനെ പീസാക്കിയത് കുക്കറി വെക്കുന്നതുകൊണ്ടാണ് കേട്ടോ. കുക്കറി വെക്കുമ്പോൾ നമ്മൾ ചെറിയ പീസാക്കി വിടുവാണെങ്കിൽ പെട്ടെന്ന് വേവിച്ചെടുക്കാനല്ലല്ലോ, പുഴുങ്ങിയെടുക്കാനാണ്. അന്നേരം അതുകൊണ്ട് അതൊരു പാടായിരിക്കുമല്ലോ, ചിലപ്പോൾ ഉടഞ്ഞു പോയാലോ, എനിക്കറിയില്ല. ഫസ്റ്റ് ടൈമാണ് ഞാൻ കുക്കറിൽ ഇങ്ങനെ വേവിക്കുകയല്ല പുഴുങ്ങിയെടുക്കുന്നത്. എന്നിട്ടത് സെറ്റാക്കി നമ്മൾ ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് ഞാൻ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ട് പറഞ്ഞ കൊച്ചുള്ളി വാങ്ങിച്ചു. അതിൻ്റെ കൂടെ ചീവക്കിഴങ്ങ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പണ്ടൊന്നും ഇഷ്ടമേ അല്ലായിരുന്നു. കുഞ്ഞിലെ ഒന്നും ഞാൻ ഇതൊന്നും കഴിക്കില്ലായിരുന്നു. ഇപ്പം എനിക്കിഷ്ടം. പിന്നെ ചീനി വാങ്ങിച്ചുകൊണ്ട് ഞാൻ കുറച്ച് കൊച്ചുള്ളിയും കൂടെ വാങ്ങിച്ചു. കാരണം കൊച്ചുള്ളി നമുക്ക് ചട്നി ആക്കാമല്ലോ, അത് ഉപ്പും മുളകും എന്ന് പറയത്തില്ലേ, അതാക്കാമെന്ന് എഴുതിയിട്ട് കൊച്ചുള്ളി 3-4 എടുത്തിട്ട് ഇതേപോലെ ചെറുതായിട്ട് എടുത്തിട്ട് നമ്മളൊരു കല്ലി വെച്ച് ചതച്ചെടുത്തു. ഞാൻ എൻ്റെ വീഡിയോ എടുത്തു, പക്ഷേ വീഡിയോ റെക്കോർഡ് ആയില്ലായിരുന്നു. ലാസ്റ്റ് ഇത് ഞാൻ എഡിറ്റ് ചെയ്യാൻ നേരത്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് വീഡിയോ റെക്കോർഡ് ആയിട്ടില്ലെന്ന്. അതുകൊണ്ട് ഉള്ളിച്ചമ്മന്തി എടുത്ത് അതിൻ്റെ ചീനിയൊക്കെ പുഴുങ്ങി ഇതേപോലെ വേവായിട്ടുണ്ട്. അത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. നമ്മൾ സാധാരണ വേവിക്കുമ്പം ഒരു തിള വരുമ്പോൾ നമ്മൾ ഉപ്പിടത്തില്ലേ, പക്ഷേ കുക്കറിലായതുകൊണ്ട് അത് പറ്റിയില്ല. ഞാൻ ലാസ്റ്റ് അതിൻ്റെ ഇതെല്ലാം ഇപ്പോൾ 2 വിസിലടിച്ചപ്പോഴേ എടുത്ത് വെച്ചായിരുന്നു. എല്ലാം പോയി കഴിഞ്ഞിട്ട് കേട്ടോ. വിസിലെല്ലാം കഴിഞ്ഞ് ഇറക്കി വെക്കാൻ നേരത്ത് ചെറുതായിട്ട് ഉപ്പിട്ട് ഒന്ന് ഇളക്കാനും പറ്റത്തില്ല, കാരണം കറക്റ്റ് പരുവായിരുന്നു. ഇളക്കിയാൽ ഉടഞ്ഞു പോകുന്ന അവസ്ഥയായിരുന്നു. ഒരു വിസിൽ മതിയായിരുന്നെന്ന് തോന്നുന്നു, എന്നാലും കിട്ടി. പിന്നെ 3 എണ്ണയൊക്കെ തൈര് ഇതിൻ്റെ കൂടെ കഴിക്കുന്നത് ഇഷ്ടം. അതിനകത്ത് പച്ചമുളകൊന്നും യൂസ് ചെയ്തില്ല, മുളക് പൊടിയാണ് യൂസ് ചെയ്തേക്കുന്നത്. കാരണം ഇവിടെ പച്ച തൈരിനകത്ത് മുളക് പൊടി ഇട്ട് ഇങ്ങനെ നമ്മൾ കൊടുക്കുവാണെങ്കിൽ ഇവിടെ ഏട്ടനും മോനും അതാ ഇഷ്ടം. അവർ കഴിക്കുവാണെങ്കിൽ അവരുടെ ഇഷ്ടത്തിനല്ലേ നമ്മൾ ഫുഡ് ഉണ്ടാക്കേണ്ടത്. അങ്ങനെ അതൊക്കെ വേവിച്ചു എടുത്തു.
ചീനിയും മുളക് പൊടിച്ചതെന്ന് പറയുമ്പോഴേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നാവിൽ കൂടെ വെള്ളം ഊറും. ഇതൊക്കെ വേവിച്ച് ഉച്ചയായപ്പോഴത്തേക്ക് ഞാനും മോനും കൂടെ ഉച്ചയ്ക്ക് വൈകുന്നേരമേ ഇന്ന് വരത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ മുളകുടച്ചതും ചീനിയും പിന്നെ ഇന്നലെ കേരള സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന നല്ല മാങ്ങ അച്ചാറുണ്ടായിരുന്നു കേട്ടോ. മാങ്ങ അച്ചാറും കൂട്ടി നന്നായി കഴിച്ചു. മോന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മോൻ ഇവിടെ ആണെങ്കിൽ അവന് ഇതൊക്കെ ചക്കയും ചീനിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇവിടെ കൊത്തച്ചക്കയൊക്കെ വരുമ്പോൾ ഞങ്ങൾ അത് വേവിച്ചെടുക്കും. പിന്നെ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.